ഇന്ന് നമ്മൾ കുറച്ച് മാരക ആയുധങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിക്കാണ് ഇറങ്ങിയേക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലയെന്നാണ് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വെറുതെ ചുമ്മാ ഒരു തവണ ഇട്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഏകദേശം ഈ സാധനങ്ങളെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്നുമല്ല, നമ്മുടെ പണ്ടെൻ്റെ വല്യമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിവിടെ ഈ വലയൊക്കെ തൂക്കുന്ന ആ സാധനം, മാറാല തൂക്കുന്ന സാധനം നമ്മൾ മേടിക്കാറൊന്നുമില്ലായിരുന്നു. ഇതുപോലെ ചകിരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്മച്ചിയുടെയൊക്കെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അമ്മച്ചിക്ക് അത് കുറേ നാളത്തേക്ക് നമ്മൾ ഈറ്റയുടെയൊക്കെ കമ്പയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറേ നാൾ ഇരിക്കുവേ. അപ്പം അത് പോയി കഴിയുമ്പോഴത്തേ പിന്നെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ അത് പോവോ, ചിലപ്പോൾ ആരെങ്കിലും അത് കൊണ്ടുപോവേ തൂക്കാനൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു കോലയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത് ചകിരി അത് ഒരു വിധത്തിൽ ചതച്ചത്. ഞാൻ ആദ്യം ഇടിക്കല്ലില്ലേ അതും കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ ഇടിച്ചിടിച്ച് എൻ്റെ കുളമായി, ചങ്ക് പറഞ്ഞു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ വലിയ ചുറ്റിക വെച്ചിട്ട് ഇടിച്ച് ഇങ്ങനെയൊക്കെ ഏകദേശം ആക്കിയിട്ടുണ്ട്. അത് കെട്ടാനായിട്ടാണ് നൂല് വലിപ്പമുള്ള നമ്മുടെ വള്ളി ഞാൻ എടുത്തേക്കണത്. അപ്പം ഞാൻ ഇടയ്ക്കത് പല ടൈപ്പിൽ കെട്ടാൻ നോക്കിയത് ശരിയായി. പിന്നെ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഫോൺ ഒരിടത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. താഴെ പോവോ എന്തോ, EMI പോലും അടച്ചു തന്നിട്ടില്ല. അത് താഴെ പോകുമെന്ന് അറിയത്തില്ല. ഒരു വിധത്തിൽ ഒരു കല്ലും പൊക്കത്ത് വെച്ചിട്ടാണ് ഈ പണി കാണിക്കുന്നത്. പകുതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇങ്ങനെയൊന്ന് ഞാൻ സെറ്റാക്കുമായിരുന്നു. ഇത് ഇച്ചിരി ഉണങ്ങാത്ത ഒരു ചകിരിയാണേ. ഇച്ചിരിയും കൂടെ നന്നായി ഉണങ്ങിയതാണെങ്കിൽ നല്ലതായിരുന്നു. കുറച്ചും കൂടെ നല്ല ശരിക്കും നാര് പോലെ തന്നെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നാര് ഉള്ള ഭാഗമില്ലേ, അത് പിള്ളച്ചകിരി, അത് നമ്മൾ ഉള്ളിൽ ഭാഗത്തും മറ്റേ ആ പുറന്തോടുകൾ ഇതുപോലെ ഇങ്ങനെ വെളിയിലോട്ട് വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുവാണേ. കുറച്ചും കൂടെ ചതയ്ക്കായിരുന്നു. പച്ചയാണത്. ഉണങ്ങിയതാണെങ്കിൽ കുറേയും കൂടെ നല്ല സെറ്റായിട്ട് നമുക്കത് ഇങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയാണ്. പച്ചയായം കൊണ്ട് അത്രയ്ക്ക് തന്നെ ആയില്ല. ഒത്തിരി പച്ചയല്ല, ഒരു മീഡിയം പച്ച. ഒരു ശകലം കൂടെ ഉണങ്ങിയാലേ നന്നാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ കമ്പെടുത്തേക്കണ ഒരു കാപ്പിക്കമ്പാണ് എടുത്തേക്കുന്നത്. അതിലിങ്ങനെ ഈ പ്ലാസ്റ്റിക് വള്ളിയാണ്, മറ്റേ കരിപ്പട്ടിക്കയറെന്നൊക്കെ പറയുന്ന ചകിരിയുടെ തന്നെ കയറില്ലേ, അതാണെങ്കിൽ കുറച്ചും കൂടി നല്ല സൂപ്പറായിട്ട് മുറുകിയൊക്കെ കിട്ടുമായിരുന്നു. പണ്ട് ഞാൻ അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ശരിക്കും ഇടമില്ല. അതാണ് പ്രധാന പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടാക്കിയത് അത് തന്നെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് എടുത്ത് വെച്ച ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായുമില്ല, ചെതൽ കയറി. അപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ പോയി. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നത്. എന്നായാലും ഞാനിത് എല്ലാം 2 വള്ളി കെട്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. ഇത് അത്ര വലിയ പറയാനായിട്ടൊന്നും ഇല്ല, പഴയ ആൾക്കാർക്കും എല്ലാം അറിയാം. ഇതുണ്ടോ, ഇവിടെ എല്ലാം നല്ല വലയുണ്ട്. കാരണം എൻ്റെ മമ്മിക്കും ചേച്ചിക്ക് പപ്പയ്ക്ക് ആർക്ക് കണ്ണ് കാണത്തില്ല വലിയധികം. കാഴ്ചയ്ക്ക് നല്ല പരിമിതമായിട്ടുള്ള കാഴ്ചയാണുള്ളത്. അപ്പോൾ അവർക്ക് വളരെയധികം വലയൊക്കെ ഇരിക്കുന്നത് കാണത്തില്ല. അപ്പോൾ പിന്നെയും കണ്ണിന് വലിയ പ്രശ്നമില്ലാത്ത എനിക്കാണ്. അപ്പോൾ ഈ വലയൊക്കെ കറക്റ്റ് കണ്ടുപിടിച്ചാണ് തൂത്ത് കളയണം. ആ ഒരു ഇതിൽ ഉണ്ടാക്കിയതായത് നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോഴും ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ബൾബിൻ്റെ ആ ഭാഗമൊക്കെ എത്തിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. ബൾബെങ്ങാനും കയ്യും വെച്ച് പോയിട്ട് ചാടി പോവുമോ